സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ പ്രോബ്ലം വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊരു 3 മാസത്തെ ഒരു ക്യാഷ് ബഡ്ജറ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം ക്യാഷ് ബഡ്ജറ്റുകളായി ചെയ്യുന്നു. എങ്കിലും ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് തീരട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് 30,000, 30,000. ആണ് ഓപ്പണിംഗ് ബാലൻസ്. റെസീപ്റ്റ്സ് അതിൽ ക്യാഷ് സെയിൽസ് ഉണ്ടോ എന്ന് നോക്കുക. സെയിൽസ് ഇല്ല. അപ്പോൾ റെസീപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ്. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിന് അത് ആ രണ്ടാമത്തെ പോയിന്റ് കുട്ടികളൊന്ന് വായിച്ചു നോക്കുക. അതിൽ 50% ക്രെഡിറ്റ് സെയിൽസ് ആർ റിയലൈസ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ സെയിൽസ് ആൻഡ് റിമൈനിങ് 50% ഇൻ ദ സെക്കൻഡ് മന്ത് ഫോളോയിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 50% തൊട്ടടുത്ത മാസം, ബാക്കി 50% അതിൻ്റെയും അടുത്ത മാസം. അപ്പോൾ നമുക്ക് ഏപ്രിൽ കിട്ടുക ഫെബ്രുവരിയിലത്തെ ഒരു 50% കിട്ടും, മാർച്ചിലത്തെ ഒരു 50% കിട്ടും. അങ്ങനെയാണല്ലോ. അതായത് നമുക്ക് ഏപ്രിലത്തെ തന്നെ എടുക്കാം. ഏപ്രില് 1000 രൂപയാണ് സെയിൽ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നും തന്നെ ഈ മാസം കിട്ടില്ല. 50%, അതായത് 1000ൻ്റെ 50%, 500 അടുത്ത മാസം കിട്ടും. ബാക്കി 50% അതിനടുത്ത മാസം. അപ്പോൾ മെയ്യിൽ ജൂണിൽ ആയിട്ട് 50% കിട്ടും. ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മാസം കിട്ടുന്നത് ഏതൊക്കെ മാസമായിരിക്കും? അതിന് തൊട്ട് മുമ്പത്തെ മാർച്ചിലത്തെ 500 രൂപ, 500 എന്ന് വെച്ചാൽ 50%. അതിന് മുൻപത്തെ ഫെബ്രുവരിയിലത്തെ 50%. അങ്ങനെയാണ് നമുക്ക് ഏപ്രിൽ എന്ത് കിട്ടുക? പൈസ കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമുക്ക് നോക്കേണ്ടത് അതിന് മുൻപുള്ള മാർച്ചും അതിന് മുമ്പുള്ള ഫെബ്രുവരിയിലത്തെ സെയിൽസ് നോക്കുക. ഫെബ്രുവരിയിൽ 1,60,000 അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 80,000 പ്ലസ് മാർച്ചിലത്തെ പകുതി എന്ന് പറയുന്നത് 1,82,000 അതിൻ്റെ പകുതി 91,000. അപ്പോൾ 80,000 പ്ലസ് 91,000, 1,71,000. ഇതാണ് നമുക്ക് ഏപ്രിൽ കിട്ടുക. ദെൻ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്യാം. രണ്ട് 2,01,000 അത് നമുക്കിവിടെ ടോട്ടൽ ക്യാഷ് അവൈലബിൾ എ. ഇനി റെസീപ്റ്റ്സ് കഴിഞ്ഞാൽ അടുത്തത് പേയ്മെൻറ്റ്സ്. പേയ്മെൻറ്റ്സിലെ പർച്ചേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. ക്രെഡിറ്റ് പർച്ചേസ് തന്നെ ഉണ്ടായിരിക്കുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എഴുതുക പേയ്മെൻറ്റ് ടു creditors.
പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏപ്രിൽ കൊടുക്കുക ഏതാണ്, മാർച്ചിലത്തെ പർച്ചേസാണ്. അപ്പോൾ മാർച്ചിലെ പർച്ചേസ് നോക്കുക 1,40,000. അടുത്ത എക്സ്പെൻസ് നോക്കുക. പർച്ചേസും സെയിൽസും കൂടാതെ പിന്നെ വേജസ് മാത്രമേ എക്സ്പെൻസ് ആയിട്ടുള്ളൂ. വേജസ് എഴുതി വയ്ക്കുക. വേജസ് എഴുതി വെച്ചിട്ട് വേജസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. വേജസിൻ്റെ കാര്യത്തിൽ വേജസ് നമുക്ക് തൊട്ട് മുമ്പത്തെ, അപ്പോൾ അത് ഏപ്രിലല്ലേ, അപ്പോൾ മാർച്ചിലത്തെ വേജസ് എടുക്കാം. വേജസ് 12,000. ഇങ്ങനെ അസ്യൂം ചെയ്യാൻ നിർബന്ധമില്ല കേട്ടോ, തിരിച്ചായാലും കുഴപ്പമില്ല, അത് ഒരു ഫുട് നോട്ട് കൊടുത്താൽ മതി. വേജസ് കഴിഞ്ഞാൽ പിന്നെ എക്സ്പെൻസുകളൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ നോക്കാം. ഏറ്റവും ലാസ്റ്റ് 4ാമത്തെ ഐറ്റം ഉണ്ട്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് എ പ്ലാൻഡ് കോസ്റ്റിംഗ് ₹20,000 ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ജൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്ലാന്റ് എഴുതി വയ്ക്കുക, ജൂണിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പ്ലാന്റിന്ന് എഴുതി വയ്ക്കുക, ഇതിലില്ല, അണ്ടർലൈൻ ചെയ്യാം. $1,52,000 ആണ്. ടോട്ടൽ പേയ്മെൻറ്റ്സ്. ഇനി ടോട്ടൽ പേയ്മെൻറ്റ്സിന് നമുക്ക് ബി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുന്നത് 1,52,000 ആകുമ്പോൾ 49,000. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. ഇത് അടുത്ത മാസം മെയിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കുക 49,000. ഇനി റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 50% ഏപ്രിലെയും 50% മാർച്ചിലെയും. അങ്ങനെയാണ്. മാർച്ചിലെ സെയിൽ നടത്തിയിട്ടുള്ളതിൻ്റെ 50% ഏപ്രിലിൽ കൊടുക്കും, ബാക്കി 50% മെയിൽ കൊടുക്കും. അപ്പോൾ മാർച്ചിലത്തെ സെയിൽസിൻ്റെ 50% എടുക്കുക. മാർച്ചിലത്തെ സെയിൽസ് എത്രയാണ്, 1,82,000. അതിൻ്റെ 50% എടുക്കുക. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 91,000. പിന്നെ ഏപ്രിലത്തെ സെയിൽസ് എടുക്കുക, അത് 1,10,000. അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 55,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,46,000 കിട്ടും. കുട്ടികളൊന്ന് ചെക്ക് ചെയ്യണം. 1,46,000. ഇനി പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു മാസമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിൽ നമ്മൾ ഏപ്രിലെ പർച്ചേസ് നോക്കുക, അതായത് 2,50,000 അത് എഴുതുക. $2,50,000 എഴുതുക. ദെൻ എന്ത് ചെയ്യുക, അടുത്ത വേജസ് നോക്കുക. വേജസ് ഒരു മാസം ക്രെഡിറ്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ മെയിൽ ഏപ്രിലെ വേജസ് നോക്കുക. ഏപ്രിലെ വേജസ് എന്ന് പറയുന്നത് 14,000. ഇനി പ്ലാന്റ് ഏത് മാസമാണ്, പ്ലാന്റ് ജൂണിലാണ്. ഇപ്പോൾ ഇവിടെ വേണ്ട, ടോട്ടൽ ചെയ്യുക. $2,64,000. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ഓവർ ഡ്രാഫ്റ്റാണ് വരിക. 1,95,000 നിന്ന് 2,64,000 എന്ന് പറയുമ്പോൾ അവിടെ 69,000. അപ്പോൾ ഒന്നുകിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് എഴുതാം,
അതല്ലെങ്കിൽ നമുക്കിവിടെ എഴുതണം, അതായത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഏപ്രിൽ 49,000, മെയ് ഓവർ ഡ്രാഫ്റ്റ് 69,000, അങ്ങനെ എഴുതി വയ്ക്കണം കേട്ടോ. ഒന്നുകിൽ ഇങ്ങനെ എഴുതിയാലും മതി, അതുപോലെ എക്സാമിനേഷനൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഈ 69,000 നെഗറ്റീവാണ്, ഓവർ ഡ്രാഫ്റ്റാണ്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പണം നമ്മൾ എടുക്കണം, കടമായിട്ട് എടുക്കണം. 69,000. അടുത്ത റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് ഇതുപോലെ തന്നെ ജൂണിൽ എന്തായിരിക്കും, ഏപ്രിലെ പകുതിയും മെയ്യിലെ പകുതിയും. അപ്പോൾ ഏപ്രിലെ സെയിൽ നോക്കുക, ഏപ്രിലെ സെയിൽ 1,10,000 ആണ്, അപ്പോൾ അതിൻ്റെ 55 പ്ലസ് മെയ്യിൽ 1,60 ആണ്, അപ്പോൾ അതിൻ്റെ 80, രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,35,000. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 66,000. നെഗറ്റീവ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. then വീണ്ടും പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഒരു മാസം ലാഗ് ചെയ്തിട്ട് ജൂണിൽ കൊടുക്കുക. മെയ്യിലെ എമൗണ്ടാണ്, മെയ്യിലെ പർച്ചേസ് നോക്കുക, 2,40,000. അപ്പോൾ ഇപ്പോഴും ഓവർ ഡ്രാഫ്റ്റ് തന്നെ. വേജസ് മെയ്യിലാണ് നോക്കേണ്ടത്. മെയ്യിൽ നോക്കുമ്പോൾ ജൂണിലാണ് നോക്കേണ്ടത്. ജൂണിൽ നോക്കുമ്പോൾ മെയ്യിലത്തെ എമൗണ്ടാണ് വരിക 11,000. ഇനി മാത്രമല്ല, നമ്മളൊരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. പ്ലാന്റിന് എത്രയാണ്, 20,000 റുപ്പീസാണ് പ്ലാന്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് എഴുതുക 20,000. അപ്പോൾ അതിൻ്റെ ടോട്ടൽ 2,71,000. ഇവിടെയും വലിയ ഓവർ ഡ്രാഫ്റ്റ് വേണ്ടി വരും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് 2,05,000. ഇത് മോഡിയാണ്. ഇത് കൂടാതെ നമുക്ക് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വയ്ക്കാം, താഴെ ക്ലോസിംഗ് ബാലൻസ് ഏപ്രിൽ ₹49,000. പിന്നെന്താണ്, മെയ് ഓവർ ഡ്രാഫ്റ്റ് ₹69,000. അതുപോലെ തന്നെ ജൂൺ ഓവർ ഡ്രാഫ്റ്റ് ₹2,05,000. അപ്പോൾ ഇങ്ങനെ ഓവർ ഡ്രാഫ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇത് പലപ്പോഴും എക്സാമിനൊക്കെ ഒരു ചോദിക്കുന്ന ഒരു ടൈപ്പാണ്. നെഗറ്റീവ് വരുമ്പോൾ അത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് എഴുതി വയ്ക്കുക, വേണ്ട, വേറെ ഒന്നും ചെയ്യണ്ട. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് തന്നെ പുറത്തേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അപ്പോൾ അതവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 435 11ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months ഏപ്രിൽ ടു ജൂൺ 2010. ഇതിൽ മന്ത്സ് തന്നിട്ടുണ്ട്, സെയിൽസ്, പർച്ചേസ്, വേജസ്, എക്സ്പെൻസ്, ഐറ്റംസ് അധികമില്ല. അതർ ഇൻഫർമേഷൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൺ 1st April 2010 ഈസ് ₹20,000. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 2 months, 2 മാസമാണ് നമുക്ക് അലൗ ചെയ്തിട്ടുള്ള സമയം. 3, 25% ഓഫ് സെയിൽസ് ഈസ് ഫോർ ക്യാഷ് ആൻഡ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഫോർ ക്രെഡിറ്റ് സെയിൽ 1 month. മൂന്നാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കാം, 25% ക്യാഷിനാണ്. അപ്പോൾ ഓരോ മാസത്തെയും നമുക്ക് എന്തുണ്ട്, ക്യാഷ് സെയിലുണ്ട്. അതെങ്ങനെ കാണുക, അതത് മാസത്തെ സെയിൽസിൻ്റെ 25% നമുക്ക് ക്യാഷ് സെയിലാണ്. ബാക്കിയുള്ള 75% എങ്ങനെ കിട്ടുക, അത് 1 month, അടുത്ത മാസം. അപ്പോൾ ഓരോ മാസവും സെയിൽസിൻ്റെ 25% അപ്പം തന്നെ ക്യാഷ് സെയിലായിട്ട് കാണിക്കുക.
ബാക്കി 75% അടുത്ത മാസം എഴുതി വയ്ക്കുക. അടുത്തത് 4, ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് എക്സ്പെൻസസ് 1 month. വേജസ് എക്സ്പെൻസൊക്കെ 1 മാസമാണ് ഡിലേ. 5ാമത്തെ പോയിൻറ്റ്, ഇൻകം ടാക്സ് ₹25,000 ഈസ് ടു ബി പെയ്ഡ് ഇൻ ജൂൺ 2010. അപ്പോൾ ജൂണിൽ 25,000 രൂപ ഒരു സ്പെഷ്യൽ കേസായിട്ട് ഇൻകം ടാക്സ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനിൽ 3 മാസമാണുള്ളത്, ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് 20,000. ഇനി റെസീപ്റ്റ്സ്. ക്യാഷ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ പറഞ്ഞിട്ടുണ്ട് 25% ഓഫ് സെയിൽ ഈസ് ഫോർ ക്യാഷ് ആൻഡ് ദ പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സ് ഫോർ ക്രെഡിറ്റ് സെയിൽസ് 1 month. അപ്പോൾ 25% ക്യാഷ് അപ്പം കിട്ടും, ബാക്കി 75% അടുത്ത മാസം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ക്യാഷ് സെയിൽസ് ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിലത്തെ സെയിൽസ് എത്രയാണ് നോക്കുക. ഏപ്രിലത്തെ സെയിൽസ് 80,000 ആണ്. 80ൻ്റെ എത്ര ശതമാനമാണ്? 25%. അപ്പോൾ 80ൻ്റെ പകുതി 40, അതിൻ്റെ പകുതി 20. ഇനി റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഏപ്രിലിൽ 80,000 രൂപയാണ് ആകെ സെയിൽസ്. അതിൽ 20,000 25% ക്യാഷ് സെയിൽസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 60,000 രൂപ മെയിൽ ഇവിടെ എഴുതാം. നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഏപ്രിലിന് മുമ്പ് മാസം മാർച്ചാണ്. മാർച്ചിൽ എന്തുണ്ടാവും? മാർച്ചിലത്തെ സെയിൽസ് അല്ലേ? മാർച്ചിലത്തെ സെയിൽസ് നോക്കുക 90,000 ആണ്. 90,000-ൽ 25% കാൽ ഭാഗം അപ്പം തന്നെ ക്യാഷ് സെയിൽസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ബാക്കിയുള്ള എമൗണ്ട് ആയിട്ടുള്ള 67,500. മാർച്ചിലത്തെ സെയിൽസിൻ്റെ 90,000 ആണ്. അതിൻ്റെ 25% അപ്പം തന്നെ ക്യാഷ് സെയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയായി കഴിഞ്ഞാൽ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ വരുന്നത് 1,07,500. ടോട്ടൽ cash available. അടുത്ത പേയ്മെൻറ്റ്സ് ആണ്. പേയ്മെൻറ്റ്സ് എഴുതി എന്ത് ചെയ്യുക? ആദ്യം ക്യാഷ് പർച്ചേസ് ഉണ്ടോ എന്ന് നോക്കുക. ക്യാഷ് പർച്ചേസ് ഇല്ല. അപ്പോൾ തന്നെ പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് നമുക്ക് എഴുതി വയ്ക്കാം. പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് നമുക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. 2 months ആണ്. 2ാമത്തെ പോയിന്റ് വായിച്ചു നോക്കുക. സെക്കൻഡ് പോയിന്റിൽ എഴുതിയിട്ടുണ്ട് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 2 months. 2 മാസമാണ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് 2 മാസമാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഏപ്രിലിൽ കൊടുക്കുക നമുക്ക് ഫെബ്രുവരിയിലത്തെ പർച്ചേസിൻ്റെ എമൗണ്ടാണ് നമ്മൾ ഏപ്രിലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിലെ പർച്ചേസ് നോക്കുക 45,000 ആണ്. അതാണ് നമ്മളിവിടെ പാച്ച് ചെയ്യുന്നത് 45,000.
പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സ്പെൻസ് എഴുതി വയ്ക്കാം, വേജസ്. വേജസ് എത്രയാണ്? വേജസിൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് എക്സ്പെൻസസ് 1 month. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 1 month ആണ്. അപ്പോൾ ഏപ്രിൽ കൊടുക്കാം, മാർച്ചിലെ വേജസ് നോക്കിയാൽ മതി, 8,000. 8,000. വേജസ് കഴിഞ്ഞാൽ അടുത്തത് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് അവിടെ എഴുതി വയ്ക്കുക. എക്സ്പെൻസസും 1 മാസം മുൻപത്തെയാണ്. അപ്പോൾ മാർച്ചിലെ എക്സ്പെൻസസ് നോക്കുക, 7,000. അപ്പോൾ നമുക്ക് ഹെഡിങ്ങുകളായിട്ട് തന്നിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും കഴിഞ്ഞു. ഇനി അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ നോക്കുക. ക്യാഷ് ഇൻ ഹാൻഡ് ഓപ്പണിംഗ് ബാലൻസ് ആണ്. പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു സപ്ലയേഴ്സ്, ദെൻ ക്യാഷ് സെയിലിൻ്റെ കാര്യം, ക്രെഡിറ്റ് സെയിലിൻ്റെ കാര്യം, ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ 5ാമത്തെ പോയിന്റ് നോക്കുക. ഇൻകം ടാക്സ് ജൂണിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ജൂണിലാണ് കൊടുക്കുന്നതെങ്കിലും ഇപ്പോൾ അത് എഴുതി വെക്കണം, ആ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഇൻകം ടാക്സ് എഴുതി വയ്ക്കുക. ഇപ്പം തന്നെ ജൂണിൽ എഴുതി വെച്ചുകൊണ്ട് തെറ്റില്ല കേട്ടോ. അപ്പോൾ തന്നെ അങ്ങനെ മറക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. ഇങ്ങനെ നേരെ ജൂണിൽ എഴുതി വെച്ചുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതിൻ്റെ ആഡ് ചെയ്യുക, 60,000 ആണ് ടോട്ടൽ വരുന്നത്. ഇതിന് നമ്മൾ ടോട്ടൽ പേയ്മെൻറ്റ്സ് ബി. ഇനി ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എ മൈനസ് ബി. 17,500 നിന്ന് 60,000 കുറയ്ക്കുമ്പോൾ 47,500. 47,500. അപ്പോൾ 1 മാസത്തെ കഴിഞ്ഞിട്ടുള്ളൂ ഏപ്രിലത്തെ ക്ലോസിംഗ് ബാലൻസ് മെയിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുത്തെഴുതുക. ക്യാഷ് സെയിൽസ് ഏപ്രിലെ സെയിൽസ് മെയിലെ സെയിൽസ് എടുത്ത് നോക്കുക. അതിൻ്റെ എത്ര ശതമാനമാണ് പറഞ്ഞിട്ടുള്ളത്? 25% അല്ലേ? മെയിലെ സെയിൽസ് എത്രയാണ്? 1 lakh ആണ്. അപ്പോൾ എളുപ്പമുണ്ട് എഴുതാൻ, 25,000. ഇനി റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഞാൻ ഏപ്രിൽ എഴുതുമ്പോൾ പറഞ്ഞു 80,000 ആണ് ഏപ്രിലിൻ്റെ സെയില്. അതിൽ 20,000 ആണ് നമ്മൾ ക്യാഷ് സെയിലായിട്ടുള്ളത്. ബാക്കി എത്രയാണ്? 60,000 ആയിരിക്കും അടുത്ത മാസം കിട്ടുകയെന്ന് അതിപ്പോൾ തന്നെ എഴുതി വയ്ക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതി വയ്ക്കാം. അതുപോലെ തന്നെ 1 lakh 25,000 കഴിച്ച് ബാക്കിയുള്ള 75,000 ഇവിടെ എഴുതി വയ്ക്കാം. വേണ്ട, അടുത്ത മാസം കിട്ടും. ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് തെറ്റില്ല. കുട്ടികൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആലോചിക്കാനുള്ള സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് എളുപ്പവഴിയാണ്. അങ്ങനെ ഓരോ മാസത്തെ ഇങ്ങനെയുള്ളത് ഇങ്ങനെ എഴുതി വെച്ച് പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 60,000 എഴുതി. ഇനി 1,32,500. 1,32,500. ഇനി പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് ഏപ്രിലാണ്, അല്ല 2 മാസമാണ്. ഡിലേ ഇൻ പേയ്മെൻറ്റ് 2 മാസമാണ്. അപ്പോൾ മെയിലെന്ന് പറയുമ്പോൾ മാർച്ചിലെ എമൗണ്ട് നോക്കുക. മാർച്ചിലെ എമൗണ്ട് പർച്ചേസസ് എന്ന് പറയുന്നത് 55,000 ആണ്. അത് എഴുതി വയ്ക്കുക. 55,000. ഇനി വേജസ് ഇതേപോലെ തന്നെ 1 മാസം. അപ്പോൾ മെയിലാവുമ്പോൾ ഏപ്രിലെ വേജസ് നോക്കുക. ഏപ്രിലെ വേജസ് 9,000. എക്സ്പെൻസ് അതുപോലെ തന്നെ ഏപ്രിലെ നോക്കുക, 7,000 അല്ല 6,000. ഇൻകം ടാക്സ് ഈ മാസമല്ല അടുത്ത മാസമാണ്. അങ്ങനെ വരയ്ക്കുക. ടോട്ടൽ വരുന്ന സമയത്ത് ടോട്ടൽ പേയ്മെൻറ്റ്സ് 70,000.
ക്ലോസിംഗ് ബാലൻസ് 62,500. ഈ 62,500 അടുത്ത മാസത്തെ ജൂണിലെ ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എഴുതി വെച്ചു. ക്യാഷ് സെയിൽ എത്രയാണെന്നുണ്ടെങ്കിൽ ആ സെയിൽസ് നോക്കുക. ഇതിപ്പോൾ ജൂണാണ്, ജൂണിലത്തെ സെയിൽസ് നോക്കുക. ജൂണിൽ 1,10,000 ആണ്. അപ്പോൾ അതിൻ്റെ 25% എന്ന് പറയുമ്പോൾ 27,500. 27,500 മറ്റ് 75 തന്നെ 1,65,000. ഇനി പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. 2 മാസം കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഏപ്രിലെ പർച്ചേസാണ് നോക്കേണ്ടത്. ഏപ്രിലെ പർച്ചേസ് നോക്കുക, 60,000. വേജസ് മെയിലെ വേജസാണ് നോക്കേണ്ടത്. വേജസ് 12,000. അതുപോലെ തന്നെ എക്സ്പെൻസസ് മെയിലെ എക്സ്പെൻസാണ് നോക്കേണ്ടത്, 9,000. ഇനി നമുക്ക് ഇൻകം ടാക്സ് ജൂണിലാണ്, അതിൻ്റെ എമൗണ്ട് നോക്കുക, 25,000. 25,000 ആഡ് ചെയ്യുമ്പോൾ 1,06,000 ടോട്ടൽ. ബാലൻസ് വരുന്നത്, ക്ലോസിംഗ് ബാലൻസ് വരുന്നത് 59,000. ഏറെക്കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 435 തന്നെ, 435 തന്നെ 12ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ പ്രിപ്പയർ എ ക്യാഷ് ബഡ്ജറ്റ് ആൻഡ് ഫോർകാസ്റ്റ് ദ ക്യാഷ് പൊസിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ 2013. ഇതിൽ സെയിൽസും പർച്ചേസും കൂടാതെ വേജസും മിസ്ലേനിയസ് എക്സ്പെൻസസും ആണ് തന്നിട്ടുള്ളത്. ഒരു 5 മാസത്തെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോകാം. അത് വായിച്ച് സമയം കളയേണ്ടതില്ലല്ലോ. അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോവാം. 1. ക്യാഷ് ബാലൻസ് ഓൺ 1 October 2013 70,000 70,000. 2. 20% ഓഫ് സെയിൽസ് ഫോർ ക്യാഷ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഡെപ്റ്റേഴ്സ് മേക്ക് പേയ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ 2 subsequent months. അപ്പോൾ അതിൽ 20% ക്യാഷ് സെയിൽ, ഏത് മാസമാണോ സെയിൽ നടത്തിയത് അതിൻ്റെ 20% അപ്പം തന്നെ കിട്ടും. ബാക്കിയുള്ള 80% പകുതിയായിട്ട്, ഒരു പകുതി അടുത്ത മാസം, ബാക്കി പകുതി അടുത്ത മാസം. ഇപ്പം ജനുവരിയിൽ 1,00,000 രൂപയുടെ സെയിൽസ് നടക്കുകയാണെങ്കിൽ 20,000 അപ്പം തന്നെ കിട്ടും, 20%. ബാക്കി 80,000 രൂപയുണ്ട്. അതിൽ 40,000 രൂപ ഫെബ്രുവരിയിലും ബാക്കി 40 മാർച്ചിലും കിട്ടും കേട്ടോ. അങ്ങനെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. 3. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. എന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത മാസം കൊടുത്താൽ മതി. 4. 25% ഓഫ് വേജസ് ആർ പെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്. 25% വേജസ് അടുത്ത മാസം കൊടുത്താൽ മതി. അപ്പോൾ ഒരു മാസം കൊടുക്കുന്നത് ഏത് വേജായിരിക്കും? ആദ്യം കൊടുക്കുന്നത് കഴിഞ്ഞ മാസത്തെ 25%, പിന്നെ കൊടുക്കുന്നത് ഈ മാസത്തെ 75%. അങ്ങനെയാണ് കണക്കാക്കേണ്ടത് വേജസ്, അത് ശ്രദ്ധിക്കുക. 5. മിസ്ലേനിയസ് എക്സ്പെൻസസ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഇറ്റ് സെൽഫ്. അതേ മാസം തന്നെ മിസ്ലേനിയസ് എക്സ്പെൻസൊക്കെ എപ്പോഴാണോ വന്നത് അതേ മാസം തന്നെയാണ് പേ ചെയ്യുന്നത്. 6. ഡിവിഡൻഡ് ഓഫ് ₹25,000 ഈസ് പേയബിൾ ഇൻ ഒക്ടോബർ. ഡിവിഡൻഡ് 25,000 രൂപ ഒക്ടോബറിൽ പേ ചെയ്യുന്നു. 7. എ മെഷീൻ ഈസ് ടു ബി ഇൻസ്റ്റാൾഡ് ഇൻ ഡിസംബർ അറ്റ് എ കോസ്റ്റ് ഓഫ് ₹40,000. ഡിസംബറിൽ 40,000 രൂപയ്ക്ക് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 8. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് 10,000 റിസീവ്ഡ് ഹാഫ് ഇയർലി ഇൻ മാർച്ച് ആൻഡ് സെപ്റ്റംബർ. 10,000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയത് ഒന്ന് മാർച്ചിലും ഒന്ന് സെപ്റ്റംബറിലാണ്. നമുക്ക് വരുന്ന പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഒക്ടോബർ, നവംബർ, ഡിസംബറാണ് അല്ലേ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് മാർച്ചിലും സെപ്റ്റംബറിലാണ്. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് ഈ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ
കേട്ടോ. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യനും നമുക്ക് 3 മാസമാണുള്ളത്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ചോദിക്കാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് 1-2 ഉണ്ട്. നമുക്ക് ഓപ്പണിംഗ് ബാലൻസിലേക്ക് പോവാം. ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 70,000. റെസീപ്റ്റ്സ് ക്യാഷ് സെയിൽ ഉണ്ടോ എന്ന് നോക്കുക. ക്യാഷ് സെയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് സെയിൽ എഴുതി വയ്ക്കുക. ക്യാഷ് സെയിൽ 20% ആണ്. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വേണ്ട. 20% ക്യാഷ് സെയിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒക്ടോബറിലാണ് നിൽക്കുന്നത്. ഒക്ടോബറിലെ സെയിൽസ് എടുക്കുക 1 lakh ആണ്. 20% എന്ന് പറയുമ്പോൾ 20,000. ഇനി റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് മേക്ക് പേയ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ 2 subsequent months എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻ 2 subsequent months എന്ന് പറഞ്ഞാൽ ഒക്ടോബറിലെ എമൗണ്ട് എന്ന് പറയുന്നത് 1 lakh ആണ് സെയിൽസ്. അതിലിപ്പോൾ 20,000 രൂപ കിട്ടിക്കഴിഞ്ഞു. ബാക്കി എത്രയുണ്ട്? 80,000 ഉണ്ട്. അപ്പോൾ ഞാനൊരു പുതിയ മെത്തേഡാണ്, ഇത്രയും എളുപ്പമുള്ള മെത്തേഡാണ്. അത് അവസാനത്തെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ചെയ്യണമെന്നില്ല, നന്നായിട്ട് അറിയുന്നവർ മാത്രം മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 1 lakhൽ 20,000 രൂപ അപ്പം തന്നെ കിട്ടി. ബാക്കി എത്രയുണ്ട്? 80,000 ആണ് ക്രെഡിറ്റ് സെയിൽസ്. ഈ 80,000 നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സീക്വൻറ്റ് മന്തിൽ, സബ്സീക്വൻറ്റ് മന്ത് എന്ന് പറയുന്നത് പിന്നീട് വരുന്ന 2 മാസമായിട്ട് പകുതിയായിട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ 40,000 ഇപ്പോൾ കിട്ടും, ഇവിടെ കിട്ടും. 40,000 ഇവിടെ എഴുതി വയ്ക്കുക. ഞാനിവിടെ റഫായിട്ട് എഴുതി വയ്ക്കുകയാണ് 40,000. വേണമെങ്കിൽ അങ്ങനെ എഴുതി പോകാമെന്നാണ് ഞാൻ പറഞ്ഞത്. 40,000 എഴുതി വയ്ക്കുന്നു. അടുത്ത 40,000 ഇവിടെ എഴുതി വയ്ക്കും. ഇത് നമുക്ക് മായ്ക്കേണ്ടി വരും, കാരണം അതിൻ്റെ കൂടെ വേറെ മാസത്തെ കയറി വരും കേട്ടോ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഒക്ടോബറിൽ കിട്ടുക ഏത് മാസത്തെയാണ്? ഒക്ടോബറിൽ കിട്ടുക അതിന് മുൻപുള്ള സെപ്റ്റംബറിലും കിട്ടും, ഓഗസ്റ്റിലും കിട്ടും. ഓഗസ്റ്റിലെ ക്രെഡിറ്റ് സെയിൽസിൻ്റെ പകുതി കിട്ടും. ദെൻ സെപ്റ്റംബറിലെ ക്രെഡിറ്റ് സെയിൽസിൻ്റെ പകുതി കിട്ടും. അപ്പോൾ ഓഗസ്റ്റിലെ സെയിൽസ് നോക്കുക, 1,50,000 ആണ്. 1,50,000 ആണ് ഓഗസ്റ്റിൽ. സെപ്റ്റംബറിലെ സെയിൽസ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പോൾ ഇതിൽ 20% അപ്പം തന്നെ പോകും. അപ്പോൾ 15 30,000 അപ്പം തന്നെ ക്യാഷായിട്ട് പോകും. ബാക്കി എത്ര വരും? 1,20,000. ഇതിൻ്റെ ഒരു പകുതി, ഓഗസ്റ്റിലെ ഒരു പകുതി 60,000 അപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, സെപ്റ്റംബറിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ബാക്കി 60,000 ആണ് അവിടെ കൊടുക്കുക ഒക്ടോബർ. അപ്പോൾ ഇവിടെ ഒക്ടോബർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ ഈ ഓഗസ്റ്റിലത്തെ 60,000 രൂപ വരും. ഇനി ഇവിടെ സെപ്റ്റംബറിൽ നോക്കുക, 20% എന്ന് പറയുമ്പോൾ 12,000 24,000 രൂപ അപ്പോൾ പോകും. $96,000. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 45 3 48, 48,000 ഒക്ടോബറിലും 48,000 നവംബറിലും. അപ്പോൾ നവംബറിൽ എത്ര വരും? 88,000 വരും. ഒരു 40,000, ഇവിടുത്തെ 40,000 ഉണ്ട്, ഇവിടുത്തെ 48,000 ഉണ്ട്. അപ്പോൾ 40ഉം 48ഉം 88,000 ആണ് അവിടെ വരിക. 88,000 രൂപ അവിടെ വരിക. ഇതിപ്പോൾ തന്നെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് വരുന്ന സമയത്ത്, നവംബർ വരുന്ന സമയത്ത് ഈ കാൽക്കുലേഷൻ നടത്തണ്ട.
മനസ്സിലായോ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു കാൽക്കുലേഷനിൽ അവിടെ എഴുതാൻ പറ്റി. ഇനി അടുത്ത മാസത്തെ വരുമ്പോൾ ഇത് കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? നേരത്തെ കണ്ടുപിടിച്ച എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1,08,000. എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ വേണേൽ ഒന്നുകൂടി അത് ഞാൻ മാച്ചു, ഒന്നുകൂടി നമുക്ക് എഴുതാം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് എഴുതി നോക്കാം. ഓഗസ്റ്റിലത്തെ സെയിൽസ് നമ്മൾ പറഞ്ഞത് 1,50,000 ആണ്. സെപ്റ്റംബറിൽ പറഞ്ഞത്, സെപ്റ്റംബറിലെ സെയിൽസ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അപ്പം ഇതിൻ്റെ 30,000 രൂപ അപ്പം തന്നെ ക്യാഷ് സെയിൽസ് ആയിട്ട് പോയി. അപ്പോൾ 1,20,000 ആണ് ക്രെഡിറ്റ് സെയിൽ. ഇവിടെ നമുക്ക് 24,000 രൂപ പോയി. 96,000. അപ്പോൾ ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 60,000. ഈ 60,000 ഒരു 60,000 സെപ്റ്റംബറിലും ഒരു 60,000 ഒക്ടോബറിലും. അപ്പോൾ ഒക്ടോബറിൽ കിട്ടുന്നത് ഓഗസ്റ്റിലത്തെ 50%. പിന്നെ 96,000 പകുതി 48. $1,08,000. ഇതാണ് നമുക്ക് എപ്പോൾ കിട്ടുക? ഒക്ടോബറിൽ കിട്ടുക. അപ്പോൾ ഏതായാലും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഒക്ടോബറിൽ 1,00,000 ഉണ്ട്. 1,00,000 80,000 ആണ് ബാക്കി വരിക, ക്രെഡിറ്റ് സെയിൽ വരിക. അപ്പോൾ 80,000 ഇവിടെ 40,000, ഇവിടെ 40,000 നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് നമുക്ക് മനസ്സിലായി സെപ്റ്റംബറിൽ എത്രയാണ്? 48,000 ആണ്. അത് ഒക്ടോബറിലും നവംബറിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നവംബറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഒക്ടോബറിലത്തെ 40,000 നവംബറിലത്തെ 48,000 കൂടി ഇവിടെ കൂട്ടി 88,000 എഴുതി വെച്ചു. മനസ്സിലായോ? അപ്പോൾ അത് ഒറ്റ അടിക്ക് തന്നെ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെട്ടെന്ന് അടുത്ത കാൽക്കുലേഷൻ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് അറിയുന്ന കുട്ടികൾ മാത്രം ചെയ്താൽ മതി, അല്ലാത്തവർ സാധാരണ പോലെ ചെയ്യാം. ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി അടുത്തത് റെസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അത് അണ്ടർലൈൻ ചെയ്യും. ഇവിടെ നമ്മൾ എഴുതിയില്ല 1,08,000. ഞാൻ അണ്ടർലൈൻ ചെയ്ത് താഴേക്ക് കൂട്ടിയിടുക 1,98,000. അവിടെ നമ്മൾ ടോട്ടൽ ക്യാഷ് അവൈലബിൾ ഇനി അടുത്തത് പേയ്മെൻറ്റ്സ്. അതിൽ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല. അപ്പോൾ പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കുക? പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് മൂന്നാമത്തെ പോയിൻ്റാണ് പറഞ്ഞിട്ടുള്ളത്. വായിച്ചു നോക്കുക കുട്ടികൾ. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ദ മന്ത് ഫോളോയിങ് ദ മന്ത് ഓഫ് പർച്ചേസ്. അപ്പോൾ ഒക്ടോബറിൽ കൊടുക്കുന്നത് സെപ്റ്റംബറിലത്തെ എമൗണ്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ സെപ്റ്റംബറിലെ പർച്ചേസ് നോക്കുക 90,000. അതാണ് ഒക്ടോബറിൽ. ഇനി അടുത്ത ഐറ്റം വേജസ് ആണ്. വേജസ് എഴുതി വയ്ക്കുക. വേജസിൻ്റെ കാര്യത്തിലാണ് ഒരു ശ്രദ്ധിക്കേണ്ടത്. വേജസ് നാലാമത്തെ പോയിൻ്റാണ് കുട്ടികൾ വായിക്കുക. 25% ഓഫ് വേജസ് ആർ പെയ്ഡ് ഇൻ ദ നെക്സ്റ്റ് മന്ത്. 25% അടുത്ത മാസമാണ്. അപ്പോൾ ഇത് ഈ ആഴ്ചയിൽ കൂലി കൊടുക്കുന്ന സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം കൂലി കൊടുക്കുമ്പോൾ ഇപ്പോൾ മൺഡേ ടു സാറ്റർഡേ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കൂലി ചിലപ്പോൾ മൺഡേ ആയിരിക്കും കൊടുക്കേണ്ടാവുക.
അപ്പോൾ ഒരു മാസത്തെ നോക്കുമ്പോൾ മൺഡേ ടു സാറ്റർഡേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് പോകും. അല്ലെങ്കിൽ സൺഡേ, മൺഡേ ടു സൺഡേ വർക്കിംഗ് ആണെന്ന് വെച്ചോ, കൂലിയല്ലേ, ഞായറാഴ്ചയും വർക്കുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ലാസ്റ്റ് ഒരു മാസത്തെ അവസാനത്തെ ആഴ്ചയുടെ കൊടുക്കുക അടുത്ത മാസമായിരിക്കും, അടുത്ത മാസം 1-ാം തീയതി ആവും. അതുകൊണ്ടാണ് ഈ 25% അടുത്ത മാസത്തേക്ക് വരുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബറിൽ, ഇപ്പം നമുക്കിങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഞാനിവിടെ ഒക്ടോബർ എഴുതി, ഇവിടെ ഒക്ടോബർ എഴുതി, നവംബർ എഴുതി, ഡിസംബർ എഴുതി, സെപ്റ്റംബർ എഴുതി, അങ്ങനെ എഴുതിപ്പോയി. അപ്പോൾ ഇവിടെ ഒക്ടോബറിൽ കൊടുക്കുക. ഒക്ടോബറിൽ എങ്ങനെ കൊടുക്കുക? ഈ മാസത്തെ 25% ഇവിടെയാണ് കൊടുക്കുക. അപ്പോൾ സെപ്റ്റംബറിലെ 25%. ഒക്ടോബറിൽ എന്ത് ചെയ്യുക? ഒക്ടോബറിലത്തെ 25% നവംബറിലാണ് കൊടുക്കുക. മനസ്സിലായത്? അപ്പോൾ ഒക്ടോബറിൽ എത്രയേ കൊടുക്കുള്ളൂ? 75% കൊടുക്കുള്ളൂ. അപ്പോൾ ഒക്ടോബറിലെ വേജസിൻ്റെ 75%വും സെപ്റ്റംബറിലെ വേജസിൻ്റെ 25%ആണ് കൊടുക്കുള്ളൂ. കാരണം ഓരോ മാസത്തെയും 25% അടുത്ത മാസം കൊടുക്കുള്ളൂ. അതാണ് ഞാൻ ലൈനിട്ട് പോയിട്ടുള്ളത്. സെപ്റ്റംബറിൽ ഒക്ടോബറിൽ കൊടുക്കും, ഒക്ടോബറിൽ നവംബറിൽ കൊടുക്കും, നവംബറിൽ ഡിസംബറിൽ കൊടുക്കും. അപ്പോൾ 25% അടുത്ത മാസം കൊടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ 75% എന്ത് ചെയ്യും? ആ മാസം കൊടുക്കും കേട്ടോ. അതാണ് കണ്ടീഷൻ. ഇനി നമുക്ക് അതിൻ്റെ എമൗണ്ട് ഒന്ന് എഴുതി വയ്ക്കാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എമൗണ്ട് എഴുതുന്നത്. ഇതിൽ സെപ്റ്റംബറിലെ എമൗണ്ട് വേജസിൻ്റെ 13,000 ആണ്. അതുപോലെ ഒക്ടോബറിലെ 11,000 ആണ്. നവംബറിലെ 12,000 ആണ്. ദെൻ ഡിസംബറിൽ 10,000 ആണ്. അപ്പോൾ ഇതിൻ്റെ 25% ഇവിടെ. അപ്പോൾ ഇത് ഞാനിവിടെ ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി പേയ്മെൻ്റ് ആണ്. പേയ്മെൻറ്റ് എന്ത് ചെയ്യുക? സെപ്റ്റംബറിൽ എത്ര ശതമാനമാണ്? സെപ്റ്റംബറിലെ 25% ഒക്ടോബറിൽ കൊടുക്കും. അപ്പോൾ സെപ്റ്റംബറിൽ 13,000 ആണ്. അതിൻ്റെ 25%, 25% എന്ന് പറയുന്നത് സെപ്റ്റംബറിലെ 13,000ൻ്റെ 25% എന്ന് പറയുന്നത് 32,50. ഇനി ഒക്ടോബറിലെ 75%, ഒക്ടോബറിലെ 11,000ൻ്റെ 75% എന്ന് പറയുന്നത് 82,50. രണ്ടും കൂടി കൂട്ടിയിട്ട് 0, 11,500. 11,500 ഇതാണ് ഒക്ടോബറിൽ കൊടുക്കേണ്ടി വരിക. അടുത്തത് നവംബറിൽ. നവംബറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്ടോബറിൽ നമ്മൾ കണ്ടു ഈ 8,250 എന്ന് പറയുന്നത് 25%. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? ബാക്കിയുള്ള 2,750 ഇതിൻ്റെ ബാക്കി, അതായത് ഒക്ടോബറിലെ 25% പ്ലസ് നവംബറിലെ 75%. നവംബറിലെ എമൗണ്ട് എത്ര? 12,000. അതിൻ്റെ 75% 9,000. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരിക? 0, 5, 7, 11,750. 11,750. അടുത്തത് ഡിസംബറിൽ. ഡിസംബറിലൂടെ നവംബറിൽ 12,000 ആണ്. അതിൽ 75% 9,000 മാറ്റി വെച്ചു. അല്ല, നമ്മൾ കൊടുത്തു. ബാക്കി 3,000 ഇപ്പോൾ കൊടുക്കും. പ്ലസ് 10,000ൻ്റെ 75% 10,500. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് എഴുതിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ വേജസ് എഴുതുന്നു 11,500. ഞാൻ ഒറ്റയടിക്ക് എഴുതി പോവാണ് കേട്ടോ. 11,750 10,500. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. ഇതിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. നേരത്തെ 2 ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് ഇത് ചെയ്താലും മതിയായിരുന്നു. അടുത്തത് വേജസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത്
മിസ്ലേനിയസ് എക്സ്പെൻസ് ആണ്. മിസ്ലേനിയസ് എക്സ്പെൻസസ്. മിസ്ലേനിയസ് എക്സ്പെൻസസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ട്. ഇൻ ദ മന്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ ഒക്ടോബറിൽ തന്നെ കൊടുക്കുക 13,000. പിന്നെ അടുത്ത് എന്ത് ചെയ്യുക? വേറെ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ നമ്മൾ നോക്കുക എന്തെങ്കിലും ഉണ്ടോ. ഇനിയൊരു മെഷീൻ ഉണ്ട്, ഡിവിഡൻ്റ് ഉണ്ട്. അപ്പോൾ അത് എഴുതി വയ്ക്കുക. ഡിവിഡൻ്റ് ഉള്ളത് 25,000 ഒക്ടോബറിൽ തന്നെയാണ്. മെഷീൻ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. മെഷീൻ ഇൻസ്റ്റാളേഷൻ 40,000 രൂപ. അവിടെ അതിനോടൊപ്പം തന്നെ അവിടെ എഴുതി. അപ്പോൾ ഇങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സമയം അധികം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് എസ്എ ക്വസ്റ്റ്യനൊക്കെ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ടോട്ടൽ പേയ്മെൻറ്റ്സ് ബി. ഇനി ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എ മൈനസ് ബി 58,500. 58,500. ഈ 58,500 അടുത്ത ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കുക. 58,500. ക്യാഷ് സെയിൽസ്, നവംബറിൻ്റെ സെയിൽസ് എടുക്കുക. നവംബറിലെ സെയിൽസ് എന്ന് പറയുന്നത് 1,10,000 ആണ്. ഈ 1,10,000ൻ്റെ 20% എന്ന് പറയുന്നത് അപ്പോൾ 20 2 22,000. നമ്മളിവിടെ ഈ റെസിപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സിൽ 88,000 എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കാരണം സെപ്റ്റംബറിൽ 48,000, ഇതിൽ 40,000 ആണ് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഒക്ടോബറിൽ ഇവിടെ ഒരു 40,000 നമ്മൾ കൊടുത്തു, ഇവിടെ ഒരു 40,000 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ എമൗണ്ട് ഉണ്ട്, ഇവിടുത്തെ പകുതി ഇവിടെയാണ് കൊടുക്കുന്നത് അല്ലേ? ഇവിടെ ടോട്ടൽ സെയിൽസ് ഉള്ളത് എത്രയാണ്? ടോട്ടൽ സെയിൽസ് വന്നിട്ടുള്ളത് നവംബറിലെ സെയിൽസ് 1,10,000 ആണ്. അതിൽ 22,000 എന്ന് പറയുമ്പോൾ 1,10,000 നിന്ന് 10 പോയി 1,00,000 വന്നു, 90,000 വന്നു, 90,000. അപ്പോൾ 88,000 ആണ് വരിക. 88നെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 44,000. അപ്പോൾ 44,000 ഡിസംബറിലും ബാക്കി 44,000, ബാക്കി 50% അടുത്ത ജനുവരിയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 44 കൂടി ആഡ് ചെയ്യണം. ഈ 44 ഏത് വർഷത്തെയാണ്? ഏത് മാസത്തെയാണ്? നവംബറിൽ. 40 ഏത് മാസത്തെയാണ്? ഒക്ടോബറിൽ. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ട് 84,000 ആണ് ഇവിടെ എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ അത് എഴുതി വെച്ച കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇത് ഇവിടെ എക്സാമിന് ചെയ്യുമ്പോൾ ഇവിടെ എഴുതി വെക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും എഴുതി വെക്കണം. നമ്മൾ വർക്കിങ്സിൽ എവിടെയെങ്കിലും ചെയ്ത് വെക്കണം. അപ്പോൾ അത് അടുത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇത് ടോട്ടലി 1,68,500. ഇനി പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ്. ഒരു മാസമാണ് ലാഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒക്ടോബറിൽ നോക്കിയാൽ മതി. ഒക്ടോബറിലെ എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് പർച്ചേസ് എമൗണ്ട് എന്ന് പറയുന്നത് 95,000. വേജസ് നമുക്ക് ഓരോന്നും നോക്കുമ്പോൾ സമയം കുറേ പോകും. പക്ഷേ ഇപ്പോൾ നമ്മൾ എഴുതി വെച്ച കാരണം കൊണ്ടുണ്ടോ, ഒറ്റയടിക്ക് എഴുതി വെച്ച കാരണം കൊണ്ട് അവിടെ സംശയമില്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോരാൻ പറ്റും. മിസ്ലേനിയസ് ഒക്കെ സെയിം മന്താണ്. അപ്പോൾ നവംബറിലെ എമൗണ്ട് എടുത്ത് എഴുതുക. നവംബറിലെ മിസ്ലേനിയസ് എമൗണ്ട് 12,000. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് അപ്പുറത്തെ കോളത്തിൽ എഴുതാം ഡിസംബറിൽ 11,000.
സമയം സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ആ രണ്ടാമത്തെ മന്ത് നമ്മൾ കഴിഞ്ഞു. 1,18,750. 1,18,750. ബാലൻസ് ചെയ്യുമ്പോൾ 49,750. അപ്പോൾ ഈ മെത്തേഡ് കുട്ടികൾക്ക് പരീക്ഷിച്ച് നോക്കാം, എളുപ്പമാണ്. ഇതന്നെ ഓപ്പോസിറ്റ് എഴുതി. ദെൻ ആ മാസത്തെ സെയിൽസ് നോക്കുക. ഡിസംബറിലെ സെയിൽസാണ്. ഡിസംബറിലെ സെയിൽസ് എന്ന് പറയുന്നത് 90,000 ആണ്. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 18,000. ടോട്ടല് 1,51,750. ഇനി പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് തൊട്ട് മുമ്പത്തെ മാസത്തെ 85,000. അപ്പോൾ അത് കഴിഞ്ഞു. പെട്ടെന്ന് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. 1,46,500. ബാലൻസ് 5,250. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വേജസിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഇത് ക്യാഷ് സെയിൽസ്, പിന്നെ ഈ കാണുന്നു ഈ മൂന്ന്, സോറി അതല്ല, ഇത് റിസീപ്റ്റ് ഫ്രം ഡെപ്റ്റേഴ്സ്. നേരത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളതാണ്. വേജസിൻ്റെ കാര്യത്തിലാണ് 25%. അത് സെയിം ആണ്. പക്ഷേ 50% എന്ന് പറയുന്നത് 25% ആയി കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അത് തെറ്റിക്കാറുണ്ട്. താങ്ക് യു വെരി മച്ച്.